പി.വി. അൻവറിന്റെ മഞ്ചേരിയിലെ പാർക്കിൽ ഇപ്പോൾ ഇ.ഡി. പരിശോധന നടക്കുന്നു. സിൽസില പാർക്കിലാണ് പരിശോധന. അൻവറിനെതിരെ പരാതി നൽകിയ കൊല്ലത്തെ വ്യവസായി അയാളെ ഇ.ഡി. വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. മുരുകേഷ് നരേന്ദ്രനാണ് ഈ പരാതി കൊടുത്ത വ്യവസായി. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? എന്തിനാണ് ഈ പരിശോധന? അത് റെയ്ഡിന്റെ സ്വഭാവമുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN രാവിലെ 6 മണിക്ക് ശേഷമാണ് ഇ.ഡി. സംഘം 6 വാഹനങ്ങളിലെത്തിയ കൊച്ചിയിൽ നിന്നെത്തിയ ഇ.ഡി. സംഘമാണ് അൻവറിന്റെ ഒതായിലെ വീട്ടിലും അൻവറിന്റെ പാർക്കിലും ഉൾപ്പെടെയുള്ള 10ഓളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ പരിശോധന ഏകദേശം 3 മണിക്കൂറോളം അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പി.വി. അൻവർ 2015 KFCയിൽ നിന്ന് ഒരു ലോൺ എടുത്തിരുന്നു. മതിയായ ഈടില്ലാതെയാണ് ആ വായ്പ എടുത്തത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അൻവറിനെതിരെ വിജിലൻസിൽ ഉൾപ്പെടെ പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ.ഡി. സംഘം പരിശോധന നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇ.ഡി. സംഘം അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലത്തു നിന്നുള്ള വ്യവസായി മുരുകേഷ് നരേന്ദ്രനാണ് പി.വി. അൻവറിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ പി.വി. അൻവറിനെതിരെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ മുരുകേഷ് നരേന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായിട്ട് 2 തവണകളിലായിട്ട് പി.വി. അൻവറും പി.വി. അൻവറിന്റെ ഡ്രൈവറും ഉൾപ്പെടെയുള്ള ആളുകൾ KFCയിൽ നിന്ന് ഏകദേശം 15 കോടിയോളം രൂപ വായ്പ എടുത്തു. 12 കോടിയോളം രൂപ വായ്പ എടുത്തു എന്നാണ് പരാതി. തുടർന്ന് ഈ പണം തിരിച്ചടക്കാത്തതിനെ തുടർന്ന് 22 കോടി 30 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ബാങ്കിനുണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അൻവറിന്റെ ഒതായിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അൻവറിന്റെ ഡ്രൈവറായിട്ടുള്ള സിയാദാണ് ഒരു രേഖ വെച്ച് ഈ KFCയിൽ നിന്ന് ലോൺ എടുക്കുന്നത്. അതേ ലോണിന്റെ അടവ് മുടങ്ങിയതിന് ശേഷം ഈട് വെച്ച രേഖ കണ്ടുകെട്ടുകയുണ്ടായി. തുടർന്ന് ഇതേ രേഖ വെച്ച് തന്നെ അൻവറും അതേ ബാങ്കിൽ നിന്ന് 2 തവണകളിലായിട്ട് 5 കോടി രൂപയോളം വായ്പ എടുത്തു എന്നുള്ളതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട പരാതിയാണ് ആദ്യം വിജിലൻസിന് ഈ പറഞ്ഞ കൊല്ലത്തു നിന്നുള്ള വ്യവസായി മുരുകേഷ് നരേന്ദ്രൻ പരാതി നൽകുന്നത്. തുടർന്ന് അതേ പരാതി തന്നെ അദ്ദേഹം ഇ.ഡിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സമൻസ് നൽകുകയും ഈ മുരുകേഷ് നരേന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. ഏകദേശം 3 മണിക്കൂറോളം ഇവിടെ പരിശോധന തുടങ്ങിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തിയ സമയത്ത് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒക്കെ നിരവധി പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് നോമിനേഷൻ നൽകേണ്ട അവസാന തീയതിയാണ്. അവരുടെ നോമിനേഷൻ പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വീടിനകത്താണുള്ളത്. അത് തിരിച്ചു നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് ചില രീതിയിലുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 11 മണിയോടുകൂടി പി.വി. അൻവർ പുറത്തേക്ക് വരുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ആ പരിശോധന വീടിനകത്ത് ഇപ്പോഴും തുടരുന്നു. വീടിനകത്ത് മാത്രമല്ല, ഈ മഞ്ചേരിയിലുള്ള സിൽസില പാർക്ക് അൻവറിന്റെ പാർക്കാണ്. അവിടെ കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. അവിടെ പരിശോധന നടക്കുന്നുണ്ട്. സിയാദ്, അൻവറിന്റെ ഡ്രൈവറായിട്ടുള്ള സിയാദിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ അൻവറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല കേന്ദ്രങ്ങളിലും ഒരേ സമയം നിരവധി കേന്ദ്രങ്ങളായിട്ട് ഒരേ സമയത്ത് പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങോട്ടേക്ക് 6 സ്വകാര്യ വാഹനങ്ങളിൽ നിന്നായിരുന്നു ഇ.ഡിയുടെ സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് 4 വാഹനങ്ങൾ തിരികെ പോയിട്ടുണ്ട്. അവർ മറ്റു പല കേന്ദ്രങ്ങളിലും അൻവറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു പല കേന്ദ്രങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2 അംഗ സംഘം, 2 വാഹനങ്ങളിൽ നിന്ന് എത്തിയ സംഘം ഇപ്പോഴും ഇവിടെ പരിശോധന തുടരുകയാണ്. 3 ദിവസം മുമ്പായിരുന്നു, 29-ാം തീയതിയായിരുന്നു ഇവിടെ വിജിലൻസിന്റെ സംഘം പരിശോധന നടത്തിയത്. ആ സംഘത്തിന്റെയും പരിശോധനയുടെ കാരണം അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് സെയിം തന്നെയായിരുന്നു. KFCയിൽ നിന്ന് ഏകദേശം 12 കോടിയോളം രൂപ വായ്പ എടുക്കുകയും അതിന്റെ തിരിച്ചടവ് മുടങ്ങുകയും ആ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പലിശ ഉൾപ്പെടെ 22 കോടി രൂപയാവുകയും ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന പരാതികൾ ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ KFCയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് KFC ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അൻവറിന് അനധികൃതമായിട്ട് പണം വായ്പ നൽകാൻ കൂട്ടുനിന്നു എന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരത്തെ പരാതിയായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.